നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തെല്ലാം ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാഷണൽ ഇൻകം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോയിന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, 3 സെക്ടേഴ്സ് ഓഫ് നാഷണൽ ഇൻകം. കൂടാതെ നാഷണൽ ഇൻകത്തിൻ്റെ 3 സെക്ടേഴ്സുകളെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ വരുന്നുണ്ട്, ടെറിഷ്യറി സെക്ടർ ഉണ്ട്. ഇങ്ങനെ 3 സെക്ടേഴ്സ് ചേരുന്നതാണ് ഇതിൽ 3 സെക്ടേഴ്സ് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. പിന്നെയോ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഒരു രാജ്യത്തെ ദേശീയ വരുമാനം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത് എന്നതാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. പിന്നെയോ കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, കുറിച്ച് അനവധി കൺസെപ്റ്റ്സ് ഉണ്ട് ഈ നാഷണൽ ഇൻകവുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കൺസെപ്റ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നെയോ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ മെത്തേഡ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെയോ ഡിഫിക്കൽട്ടീസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ കാൽക്കുലേഷനിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ്, അതായത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.